വിവാദ പരാമർശത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മലപ്പുറത്തെക്കുറിച്ചല്ലെന്നും മുസ്ലിം ലീഗിനെ കുറിച്ചാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം, അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാളല്ല എന്ന്. എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം. ആലപ്പുഴ ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഉന്നത കുലജാതനായി പിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിലർ പരിതപിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി പരിഹസിച്ചു. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശം അത് മറുപടി അർഹിക്കുന്നതല്ല എന്ന തരത്തിൽ പ്രധാനപ്പെട്ട പല നേതാക്കളും തള്ളിക്കളയുമ്പോഴാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ന് രംഗത്തെത്തിയത്. ഒരുപക്ഷെ കൂടുതൽ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴിവെക്കാൻ കഴിയുന്ന പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. എന്താണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്? വെള്ളാപ്പള്ളിയെ വേദിയിലിരുത്തി. തീർച്ചയായിട്ടും ഈ ഒരു മലപ്പുറം വിവാദ പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അത്തരത്തിലുള്ള പ്രസ്താവനകൾ ആര് നടത്തിയാലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. എന്നാൽ അവിടെ നിന്നും ചേർത്തലയിലേക്ക് എത്തുമ്പോൾ ഈ 30 വർഷം ജനറൽ സെക്രട്ടറി ആയിട്ട് വെള്ളാപ്പള്ളി നടേശൻ പൂർത്തിയാക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വേദിയിൽ, അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്ന ആ വേദിയിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ പ്രസംഗം മുഖ്യമന്ത്രി നടത്തുമ്പോൾ ആദ്യം തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ, അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് മുഖ്യമന്ത്രി മലപ്പുറം വിവാദം, അതായത് മലപ്പുറത്ത് നടത്തിയ വെള്ളാപ്പള്ളി നടേശന്റെ ആ പ്രസംഗത്തെക്കുറിച്ച് പരാമർശിച്ചത്. ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ ഭാഷയിലുണ്ട് എന്നുള്ള പരാമർശം അദ്ദേഹം നടത്തി. അടുത്തിടെ ചില പരാമർശങ്ങൾ അദ്ദേഹം മലപ്പുറത്ത് വെച്ച് നടത്തി, അത് തെറ്റിദ്ധരിക്കപ്പെട്ടു. ഒരു തരത്തിലും ഒരു മതത്തിനെതിരെയുമല്ല അദ്ദേഹം പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത്. അതിനെ തെറ്റിദ്ധരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നു എന്നുള്ള തരത്തിലാണ് മുഖ്യമന്ത്രി ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു. അതാണ് നമ്മുടെ നാടെന്ന് മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി കൂടുതൽ ശ്രദ്ധിക്കണമെന്നും പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നു എന്നതുകൊണ്ടല്ല, ഈ നാട് ഏതിനെയും വക്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഉപദേശം കൂടി നൽകിയിട്ടാണ് മുഖ്യമന്ത്രി വേദിയിൽ നിന്നും പോയത്. എന്തായാലും മലപ്പുറം പ്രസംഗത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനം വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതാണ് മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത്, മലപ്പുറത്തെ കുറിച്ചായിരുന്നില്ല പരാമർശം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ചു.